ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് പല മേഖലകളിൽ നമ്മളെ രസിപ്പിച്ചിട്ടുള്ള ചില ആളുകൾ, അവരെ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സിനിമകളിൽ വെച്ചിട്ട് കണ്ടുമുട്ടും. അപ്പോൾ നമുക്കുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. അവരൊക്കെ ചെറിയ റോളുകളിൽ അഭിനയിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ പിൽക്കാലത്ത് വലിയ റോളുകളിലേക്ക് മാറിയിട്ടുള്ള ആളുകളാണ്. അതിലൊരാളാണ് സൈനുദ്ദീൻ. സൈനുക്ക ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് കൊച്ചിൻ കലാഭവൻ്റെ മിമിക്സ് പരേഡിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള ഒരു ആളാണ്. ഇപ്പോൾ സിദ്ദിഖ് ലാലിൻ്റെ കൂടെയും ജയറാമിൻ്റെ കൂടെയും ഒക്കെ കൊച്ചിൻ കലാഭവനിൽ ഉണ്ടായിരുന്ന ആളാണ്. കലാഭവൻ അൻസാർ, സൈനുക്ക, പിന്നെ കലാഭവൻ റഹ്മാനിക്ക, ജയറാമേട്ടൻ ഒക്കെ ഒരേ കാലഘട്ടത്തിൽ കലാഭവനിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതിൽ സൈനുക്കയാണ് എനിക്ക് തോന്നുന്നു ആദ്യം സിനിമയിൽ ചെറിയ റോളുകളിൽ വരാൻ തുടങ്ങിയത്. ഈ നവോദയയുടെ എല്ലാ സിനിമകളിലും ചെറിയ റോളുകളിൽ സൈനുക്ക ആ കാലത്ത് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ചാണക്യൻ, 1 മുതൽ 0 വരെ, അങ്ങനെയുള്ള നവോദയയുടെ സിനിമകളിലൊക്കെ സൈനുക്ക ചെറിയ റോളുകളിൽ ഉണ്ടായിരുന്നു. Happy birthday to you. Happy birthday dear Lakshmi. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആരോ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തുടർച്ചയായിട്ട് അവരുടെ എല്ലാ സിനിമയിലും ചെറിയ റോളുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. സൈനുക്കയുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ചാപ്പ എന്ന് പറയുന്നൊരു സിനിമയാണ്. ചാപ്പ PA ബക്കർ സാർ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. 83 മറ്റാണ് ആ സിനിമ. പിന്നീട് ഈ നവോദയയുടെയൊക്കെ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ട് പ്രാദേശിക വാർത്തകളിലാണ്, എല്ലാവർക്കും അറിയാം. പ്രാദേശിക വാർത്തകൾക്ക് മുമ്പ് കമൽ സാറ് ചെയ്ത പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ സൈനുക്ക ഉണ്ടായിരുന്നു ഒരു ചെറിയ റോള്. പ്രാദേശിക വാർത്തകളിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പാവം രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ സൈനുക്ക ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പാവം രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമയിലും ഉണ്ടായിരുന്നു, തൂവൽ സ്പർശം എന്ന് പറഞ്ഞ സിനിമയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് ദിവസമേ ഉള്ളൂ പുള്ളിക്ക് വർക്ക് ആ 2 സിനിമകളിലും. ആ ദിവസങ്ങളിൽ വരെയും പരിചയപ്പെടുമ്പോൾ തന്നെ പഴയ കഥകളും തമാശ കഥകളും ഒക്കെ പറഞ്ഞ് നമ്മളായിട്ട് പെട്ടെന്ന് കൂട്ടാവുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ശരിക്കും എങ്ങനെയാണ് ഒരു സെറ്റിൽ നിൽക്കേണ്ടത്, ആരൊക്കെയാണ് സെറ്റിൽ പരിചയപ്പെടേണ്ടത്, ആരൊക്കെ ആയിട്ടാണ് കൂട്ടുകൂടേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. നല്ല കോമൺ സെൻസ് ഉള്ള കലാകാരനായിരുന്നു പുള്ളി. പല ആളുകൾക്കും സിനിമയിൽ ഭയങ്കര കഴിവുണ്ടാവും, അവസരങ്ങളുണ്ടാവും, പക്ഷെ അവർക്ക് ഇല്ലാത്തത് കോമൺ സെൻസാണ്. ഈ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും വലിയ വിജയങ്ങളിലേക്ക് അല്ലെങ്കിൽ വിജയം നിലനിർത്താനോ അവസരങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ സൈനുക്ക നല്ല കോമൺ സെൻസ് ഉള്ള ആളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അസാമാന്യമായ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളാണ്. കൗണ്ടർ ഡയലോഗ്സ് ഇങ്ങനെ സഡനായിട്ട് പറയുന്ന ഒരാളായിരുന്നു. രാവിലെ വെള്ളയപ്പം ചുട്ടിട്ടുണ്ട്. സുന്ദരേട്ടന് വിളമ്പട്ടെ? വെള്ളയപ്പം ഉച്ചക്ക് കഴിക്കാം. അപ്പൊ ഉച്ചക്കത്തെ ചോറോ? അത് രാത്രിയിൽ കഴിക്കാം. അപ്പൊ രാത്രിത്തെ കഞ്ഞിയോ? അത് നാളെ രാവിലെ പശുവിന് കൊടുക്കാം. ഒരു തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, ആ സമയത്ത് 3-4 സിനിമകളൊക്കെ ചെയ്യും, അതിൽ 1-2 തിരക്കേടില്ലാണ്ട് വിജയിക്കുകയൊക്കെ ചെയ്ത ഒരു തിരക്കഥാകൃത്ത്. പക്ഷെ പുള്ളി അത്ര ഭയങ്കര ഒരു റൈറ്റർന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ തമാശ ഒക്കെ ഉള്ള ചില സിനിമകൾ എഴുതുകയും അതിൽ 1-2 തിരക്കേടില്ലാണ്ട് വിജയിക്കുകയൊക്കെ ചെയ്തു. അപ്പം പിന്നീട് വിജയിച്ച ആ സിനിമയുടെ പൂജ ദിവസം സൈനുക്ക ആ പടത്തിലുണ്ട്. അപ്പോൾ സൈനുക്ക അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ആ പടത്തിൻ്റെ പൂജയാണെന്ന്. അപ്പോൾ സൈനുക്കയുടെ ആൾ പറഞ്ഞു, സൈനു, ഈ പടം എനിക്ക് ഓടിയിട്ട് വേണം എനിക്കൊന്ന് രക്ഷപ്പെടാൻ എന്നാണ്. അപ്പോൾ സൈനുക്കയുടെ മറുപടി, രക്ഷപ്പെടാനാണെങ്കിൽ നീ ഇപ്പം തന്നെ രക്ഷപ്പെട്ടോ, തുടങ്ങിയാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ്. തുടങ്ങിയാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല, രക്ഷപ്പെടാനാണെങ്കിൽ ഇപ്പം തന്നെ രക്ഷപ്പെട്ടോളാം പറഞ്ഞു. അപ്പോൾ ഇത്തരം കാച്ചാണ്, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ഇത്തരം തമാശകൾ പറയും. കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത കലാഭവൻ അൻസാറിൻ്റെ പടത്തിൻ്റെ സെറ്റിൽ ഈ കൗണ്ടർ ഡയലോഗ്സ് പറയും. അത് ആരോടാണോ പറയുന്നത് അവർക്ക് പോലും ഒരു വിഷമം ഉണ്ടായില്ല. കാരണം അവർ ചിരിച്ചു. നാദിർഷയോട് പറഞ്ഞ ഒരു കഥ നാദിർഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൈനൊക്കെ ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് അതിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെന്നൈയിലേക്ക് ഡബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ യാത്ര അയക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ
നാദിർഷയൊക്കെ ചെന്നിട്ടുണ്ട്. അപ്പോൾ നാദിർഷ സൈനുക്ക എടുത്ത് പറഞ്ഞു, സൈനുക്ക വലിയ നടനാവുമ്പോൾ അഭിമാനത്തോടു കൂടിയിട്ട് പറയാം, ഞാൻ ആദ്യത്തെ സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിലേക്ക് ട്രെയിൻ കയറാൻ നിന്നപ്പോൾ എന്നെ യാത്ര അയക്കാൻ വന്നത് ഇന്നത്തെ നാദിർഷയാണ്. അപ്പോൾ നാദിർഷ അദ്ദേഹത്തെക്കാൾ വലിയ ആളാവും പിൽക്കാലത്ത്. അപ്പോൾ അഭിമാനത്തോടുകൂടി അദ്ദേഹം നാദിർഷയെ ഓർക്കും എന്നുള്ള അർത്ഥത്തിലാണ് നാദിർഷ അത് പറഞ്ഞത്. പക്ഷേ സൈനുക്കയുടെ കൗണ്ടർ അപ്പം തന്നെ വന്നു, പറയും ഞാൻ എത്ര വലിയ നിലയിലെത്തിയാലും എത്ര മോശം അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്നുള്ളത് ഒരിക്കലും മറക്കില്ല. ഇമ്മാതിരി കൗണ്ടർ ഡയലോഗ്സിൻ്റെ അത് നിങ്ങൾ പല ആളുകളും പറയുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഷെയർ ചെയ്യുന്ന പരിപാടികളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് തമാശകളുണ്ട് അങ്ങനത്തെ. അപ്പോൾ ഈ പണിക്കാരെല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ചാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുറവിളി കൂട്ടുകയാണ്, മുപ്പ ചാപ്പതാ മുപ്പ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ചാപ്പ, പലരും പല മാതിരി പറയും, പല ടൈമിങ്ങിൽ പറയാനാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി മുപ്പ ചാപ്പതാ മുപ്പ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ മാത്രം ചാപ്പ മൂപ്പതാ ചാപ്പ വിളിച്ചു. അപ്പൊ കട്ട് ചെയ്തിട്ട് ആരാണത് എന്ന് ചോദിച്ചു. സൈനുദ്ദീനെ വിളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൈനുദ്ദീന് അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ച് ഇയാളെ വേറെ മറ്റേ വേഷം കൊടുക്കും, നല്ല വേഷം കൊടുത്തു. കാരണം ഇയാളുടെ ആ മൈൻഡും ഹ്യൂമർ സെൻസും ആണ് അങ്ങനെ അത് എൻജോയ് ചെയ്തു. എനിക്ക് നിർഭാഗ്യവശാൽ അത്രയധികം ഇടപഴകാനെന്നുള്ള അവസരം കിട്ടിയിട്ടില്ല. കമൽ സാറിൻ്റെ ഈ 2 സിനിമകൾ, പിന്നെ ഈ കലാഭവൻ അൻസാറിൻ്റെ കിരീടമില്ലാത്ത രാജാക്കന്മാരുടെ സെറ്റിൽ വെച്ചിട്ടുള്ള പരിചയം, അത്രയൊക്കെ ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 98 ഏപ്രിലാണ് സംവിധായകനായിട്ട് രംഗത്ത് വരുന്നത്. 99 സൈനുക്ക മരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ ഒരു സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സൈനുക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും പ്ലസൻ്റ് ആയിട്ടുള്ള ഓർമ്മകളാണ്. എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. മധുസാറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടായിരുന്നു കലാഭവനിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി, മധുസാറിനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ ഒരു സിനിമയിൽ അദ്ദേഹം മെയിൻ റോൾ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ വർക്ക് ചെയ്യാനൊരു അവസരം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. മണിയൻപിള്ള രാജുവും സൈനുക്കയും തമ്മിൽ എവിടെയോ ഒരു റിസംബ്ലൻസ് ഉണ്ട്, മുടിയും കാര്യങ്ങളൊക്കെ എന്തോ ഒരു റിസംബ്ലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എല്ലാവരും സിനിമയിൽ പറയാറുണ്ട്. ഇവരാണെങ്കിൽ ബ്രദേഴ്സായിട്ടൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് വിഷ്ണു ലോകത്തിലും ഉണ്ടായിരുന്നു, മണിയൻപിള്ള രാജുചേട്ടനും സൈനുക്കയും ഒരുമിച്ച് വിഷ്ണു ലോകത്തിലും ഉണ്ടായിരുന്നു. അപ്പം സൈനുക്കയും മണിയൻപിള്ള രാജുവും നായക വേഷത്തിൽ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, സയാമീസ് ഇരട്ടകൾ. അതിലൊരു സയാമീസ് ഇരട്ടകളായിട്ടാണ് സൈനുക്കയും മണിയൻപിള്ള രാജുചേട്ടനും അഭിനയിച്ചത്. അത് എൻ്റെ സുഹൃത്ത് ഇസ്മായിൽ ഹസനാണ് ഡയറക്റ്റ് ചെയ്തത്. അതിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഞാനായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഈ ഭൂതക്കണ്ണാടി എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് അതിനിടയിൽ നിന്ന് വരാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സിനിമ ഗിരീഷ് വെണ്ണല എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് എനിക്ക് പകരം വർക്ക് ചെയ്തത്. ഗിരീഷ് വെണ്ണലും ഈ അടുത്ത കാലത്ത് അന്തരിച്ചു. അപ്പം അങ്ങനെ ആ ഒരു സിനിമ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. സൈനുക്കയെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം 150 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 150 സിനിമകൾ, അതത്ര നിസ്സാരമായ എണ്ണമല്ല. 47-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 47-ാമത്തെ വയസ്സിൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ ലങ്സ് എന്തോ ഷ്രിങ്കാവുന്ന എന്തൊരു അസുഖമായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇപ്പം ഈ അടുത്ത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു കുട്ടിയുടെ അനിയത്തിക്ക് ആ സെയിം അസുഖമാണ്. ആ അസുഖത്തിന് അവരിപ്പോൾ ശ്വാസകോശം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. ഭയങ്കര പണച്ചെലവുള്ളൊരു ശസ്ത്രക്രിയയാണ്. അത് കിട്ടാനും ഓർഗൻ കിട്ടാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർക്കിപ്പോൾ ഓർഗൻ കിട്ടി, അവരിപ്പോൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഈ സർജറിയെക്കുറിച്ച് അറിഞ്ഞപ്പം ഒക്കെ ഞാൻ സൈനുക്കേനെ ഓർത്തു. സൈനുക്കയ്ക്ക് ആ കാലത്ത് മെഡിക്കൽ സയൻസ് അത്രയും ഡെവലപ്ഡ് ആയിരുന്നെങ്കിൽ സൈനുക്കയും ചിലപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. നമ്മളൊരുപാട് രസിപ്പിച്ച, നമ്മളൊരുപാട് ചിരിപ്പിച്ച കലാകാരന് എൻ്റെ ആദരാഞ്ജലികൾ.